കേരളത്തിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും കണ്ണുകൾ. ദേശീയ നേതാക്കന്മാർ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ പ്രമുഖ താരങ്ങളെ അണിനിരത്തുന്നു. വരും ദിവസങ്ങളിൽ വലിയ പോരാട്ടത്തിൻ്റെതാകും. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എറണാകുളത്തെ റോഡ് ഷോയിൽ 1,00,000 പേർ പങ്കെടുക്കുമെന്ന വാർത്ത. അതിനോടൊപ്പം തന്നെ സഹായഹസ്തവുമായി സുരേഷ് ഗോപി വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഇതിനിടയിൽ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് നന്ദി. സുരേഷ് ഗോപിയുടെ വിഷയത്തിനു ശേഷം റിപ്പോർട്ടർ അധികാരികൾ തന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാകില്ലെന്നും വാർത്തകളെന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ലെന്നും റിപ്പോർട്ടർ ചാനലിൽ നിന്നും രാജിവെച്ച റിപ്പോർട്ടർ സൂര്യ സുജി പറഞ്ഞതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകളാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ. 2 ദിവസത്തെ സന്ദർശനത്തിന് സംസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 16-ന് എറണാകുളത്ത് റോഡ് ഷോ നടത്തും. വൈകിട്ട് 6-ന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് മുന്നിൽ നിന്നും ആരംഭിച്ച് ഹോസ്പിറ്റൽ റോഡ് വഴി എറണാകുളം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ സമാപിക്കുന്ന റോഡ് ഷോയിൽ ജില്ലയിൽ നിന്നും 1,00,000 പ്രവർത്തകർ അണിനിരക്കും. 16-ന് വൈകിട്ട് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തും. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന പ്രധാനമന്ത്രി 17-ന് രാവിലെ ഗുരുവായൂർക്ക് തിരിക്കും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. തിരിച്ച് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 10 മണിക്ക് വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 960 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയും 1,800 കോടി രൂപ ചിലവിൽ തേവരയിൽ നിർമ്മിച്ച പുതിയ ഡ്രൈഡോക്കും രാജ്യത്തിന് സമർപ്പിക്കും. 10:30-ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സംസ്ഥാനതല യോഗത്തെ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിൽ 7,000 പേർ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിജയിപ്പിക്കുന്നതിന് ജില്ലാ നേതൃയോഗവും നടന്നു. ഇതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സഹായഹസ്തം വീണ്ടും ചർച്ചയാകുന്നത്. ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകൻ KG പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ഏറ്റെടുത്തു. പ്രസാദിന്റെ വീടും വസ്തുവും ജപ്തി ചെയ്യാൻ പട്ടികജാതി വർഗ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് വാർത്ത BJP പരിസ്ഥിതി സെൽ സ്റ്റേറ്റ് കോ കൺവീനറും അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതി ചെയർമാനുമായ ഗോപൻ ചെന്നിത്തല സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണിത്. സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല പട്ടികജാതി വർഗ വികസന കോർപ്പറേഷനിലെത്തി പ്രസാദിന്റെ ഭാര്യ ഓമനയുടെ പേരിലുള്ള സ്വയം തൊഴിൽ വായ്പ പലിശയും കുടിശ്ശികയും ഉൾപ്പെടെ തിട്ടപ്പെടുത്തി. മുഴുവൻ പണവും അടയ്ക്കുമെന്നും ഗോപൻ ചെന്നിത്തല അറിയിച്ചു. സുരേഷ് ഗോപിയുടെ ഓഫീസും ഇത് സ്ഥിരീകരിച്ചു. മൈക്രോ ഫിനാൻസ് ലോണുകളും പലിശകൾ കടങ്ങളും ഉൾപ്പെടെ മുഴുവൻ ബാധ്യതയും തീർക്കാമെന്ന് സുരേഷ് ഗോപി സമ്മതിച്ചിട്ടുണ്ട്. പ്രസാദിന് പണം കടം നൽകിയവരുടെയും മൈക്രോ ഫിനാൻസ് കമ്പനികളുമായും ബന്ധപ്പെട്ട ബാധ്യതകൾ തിട്ടപ്പെടുത്തി ഇടപാടുകൾ തീർക്കും. സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല തകഴി കുന്നുമ്പയിലുള്ള വീട്ടിലെത്തി ഓമനയും മക്കളെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഓമനയും കുടുംബവും പണമടയ്ക്കാനായി ഗോപൻ ചെന്നിത്തലയ്ക്കും BJP നേതാക്കൾക്കുമൊപ്പം ആലപ്പുഴയിലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലെത്തും. ജപ്തി നോട്ടീസ് കിട്ടി എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയുമില്ലാതിരിക്കുമ്പോഴാണ് നിരവധി പേർ ആശ്വാസവുമായി എത്തിയത്. മുംബൈയിൽ നിന്ന് സുരേഷ് ഗോപിയുടെ ആരാധകൻ കുടിശ്ശികയായ 17,600 രൂപ ഗൂഗിൾ പേയിൽ തന്നു. ഈ പണം കോർപ്പറേഷനിൽ അടയ്ക്കാൻ പോകാനിരിക്കെയാണ് ഗോപൻ ചെന്നിത്തലയും സുരേഷ് ഗോപിയുടെ വാഗ്ദാനം അറിയിച്ചത്. ഇതിനിടയിൽ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ സൂര്യ സുജി ചാനലിൽ നിന്ന് രാജിവെച്ച വാർത്തയും ചർച്ചയാവുകയാണ്. ഗരുഡൻ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തൃശൂർ ഗിരിജ തിയേറ്ററിലെത്തിയ സുരേഷ് ഗോപിയുടെ സൂര്യ സുജി ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം രോഷാകുലനായത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ആളാവാൻ വരരുത് എന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് പറയുകയും തുടർന്ന് സംസാരിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകയോട് മാറി നിൽക്കാൻ പറയണമെന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ സൂര്യ അവിടെ നിന്ന് മാറുകയും ചെയ്തിരുന്നു. താൻ ആളായതല്ല, ആർജവത്തോടെ ചോദ്യം ചെയ്തതാണെന്നാണ് സൂര്യ അന്ന് പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകയെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പിന്നീട് തനിക്കുണ്ടായ അനുഭവവും സൂര്യ സുജി പോസ്റ്റിലൂടെ വിവരിച്ചിരിക്കുകയാണ്. സൂര്യ സുജി കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങി ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരുപറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ. നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാകുമെന്നത് ഉറപ്പ്. സുരേഷ് ഗോപിയുടെ വിഷയത്തിനു ശേഷം റിപ്പോർട്ടർ അധികാരികൾ പെരുമാറിയ രീതി വിവരിക്കാനാകില്ല എന്നാണ് സൂര്യ സുജി കുറിച്ചത്.